ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് അടുത്തൊരു ഡാൻഡ്രഫിന് ഉള്ള ടിപ്പ് നോക്കിയാലോ. നീം വാട്ടറാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ വേപ്പിൻ്റെ ഇല എടുക്കുക. അത് ഒരു 3 കപ്പ് വെള്ളത്തിൽ അത് തിളപ്പിച്ച് അത് 1 കപ്പ് വെള്ളം ആവുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഗ്രീനിഷ് മൊത്തം പോവണേ. അതായത് നീം വാട്ടർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻഡ് നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് റെമഡിയാണ്. ആൻഡ് ഇത് എന്തിന് ട്രീറ്റ് ചെയ്യും? ഡാൻഡ്രഫിനെ റിഡ്യൂസ് ചെയ്യാനും സ്കാൽപ്പിൽ ഇച്ചിനെസ് ഒക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പോരാതെ ഇത് നമുക്ക് ഇൻഫെക്ഷൻസിനൊക്കെ എതിരെ നന്നായി ഫൈറ്റ് ചെയ്യാൻ നീം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ നിറയെ എന്തുണ്ട്? ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇറ്റ് സ്ട്രെങ്തൻസ് ഫോളിക്കിൾസ് ടു റിഡ്യൂസ് ഹെയർ ഫോൾ ആൻഡ് ഹെൽപ്സ് കൺട്രോൾ എക്സസ് ഓയിൽ ഓഫ്റ്റൻ യൂസ്ഡ് ആസ് എ ഫൈനൽ റിൻസ് ഓർ ടോണർ. സോ നമ്മൾ ഇതിന് എന്ത് ചെയ്യും? നന്നായി തിളപ്പിച്ചിട്ട് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റേത് ഒന്നാമത് ഫെദർ അടിച്ചത് കാരണം ഒപ്പമായിരിക്കില്ല ഇരിക്കുന്നുണ്ട്. അപ്പോൾ കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തലപ്പൊന്ന് കട്ട് ചെയ്തു. അതിനുശേഷം അതിൽ സ്പ്ലിറ്റൻസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മുടിനെ നന്നായി കോംബ് ചെയ്തിട്ട് ഇങ്ങനെ ചുരുട്ടുക. നന്നായി ചുരുട്ടി കഴിഞ്ഞിട്ട് അതിനിങ്ങനെ ഒന്നിങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചുരുട്ടിയിട്ട് ആക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് മുടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. അവിടെയൊക്കെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെച്ച് നമുക്ക് അത് പോയി കിട്ടും. ഇപ്പോൾ ചൂടൊക്കെ നല്ലോണം ഉള്ളത് കൊണ്ട്, കാറ്റും ചൂടൊക്കെ ആയതുകൊണ്ട് സ്പ്ലിറ്റൻസ് ഒരുപാട് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഒരു 3 months കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇത് പൊട്ടി പോകും. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് മുടി വരുന്നെങ്കിലും ഈ താഴത്തെ മുടി പൊട്ടി പോകുന്നതുകൊണ്ട് കയറി ഇറങ്ങി മുടി ഇരിക്കാൻ കാരണമാവും. സോ ഇതുപോലെ ഞാൻ ഫുള്ള് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ നീം വാട്ടർ ഇതാക്കുമ്പോഴത്തേനും അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഡാൻഡ്രഫിനെയൊക്കെ ഇല്ലാതാക്കാനും പിന്നെ ഈ ചൊറിച്ചിൽ കുറേ പേർക്കുള്ള സാധനമാണ്. ഈ ഡാൻഡ്രഫ് ഒരുപാട് കാലമായിട്ടുള്ളവർക്കൊക്കെ നല്ലപോലെ ചൊറിച്ചിലുണ്ടാവും. ആ ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഈ നീം വാട്ടർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ നല്ലൊരു ക്ലെൻസറാണ്, നമ്മുടെ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലെൻസറാണ്. പിന്നെ അതുപോലെ ഇത് ഡീടോക്സിഫൈ ചെയ്യും, പിന്നെ പ്യൂരിഫൈ ചെയ്യും സ്കാൽപ്പിനെ. അതേപോലെ ഹെയർ ഫോളിക്സിനെയൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യും? നീം വാട്ടർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്യാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നീം വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഹെയർ റൂട്ട്സിനെയൊക്കെ നന്നായി സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഹെയർ ഫോൾ നന്നായി കമ്മിയായി കിട്ടുമല്ലോ. അതുപോലെ ഹെൽത്തി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നീം വാട്ടർ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ സാധനം പക്ഷെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പുകാർക്ക് കൂടുതൽ ഡ്രൈ ആക്കാൻ കാരണമാവും കേട്ടോ. അത് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് അലോവേര എന്തെങ്കിലും ഇതിൽ കൂടെ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് ആ നീം വാട്ടറിൽ കൂടെ തന്നെ 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ആക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയേ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്നിങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നമുക്ക് ഹെയർ കട്ട് ചെയ്യാനുള്ളതൊക്കെ കിട്ടും. അതായത് സ്പ്ലിറ്റിൻ ഹെയർ കാണുന്നതിനൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വിടുക. അപ്പം നമുക്ക് ഈ ലെയർ, ഫെദർ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കട്ട് ഇതൊക്കെ ചെയ്തവർക്ക് നമ്മൾ ട്രിം ചെയ്യൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. വീണ്ടും അതേപോലെ തന്നെ ട്രിം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ സെൽഫായിട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മളിപ്പോൾ വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ തനിയെ ചെയ്യുമ്പോഴത്തേനും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിന് അങ്ങനെ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ എല്ലാവിടെയും ആവും. ഞാനിപ്പോൾ എൻ്റെ തലയിൽ ഡാൻഡ്രഫുണ്ട്. സോ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒന്നിലെ പല അടുപ്പുള്ള ചീർപ്പ് കൊണ്ട് നന്നായിട്ട് ചെറിയ ഇതുള്ള ചീർപ്പുണ്ടല്ലോ, ആ കോമ്പും കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടെയിൽ കോമ്പൊക്കെ ഉണ്ടെങ്കിൽ ടെയിൽ കോമ്പിൻ്റെ ടെയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഫുള്ളായിട്ട് സ്കാൽപ്പ്. നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് നമ്മുടെ തലയുടെ മുകളിൽ, അതായത് നമ്മുടെ കുറച്ചും കൂടെ ബാക്കിൽ, തലൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഉച്ചി നിറുകെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ആ ഒരു ഏരിയ നമ്മൾക്ക് കവർ ചെയ്യാൻ പാടില്ല. ഇപ്പം ഇതിൽ കാണുന്ന ഇത്ര ഏരിയ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ബാക്കിലുള്ള കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് എന്തെങ്കിലും നമ്മൾ ബ്യൂട്ടി ടിപ്സ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളത്. ഒരാളുടെ ഹെൽപ്പോട് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റും, വൃത്തിക്ക് ഇതാക്കാനും പറ്റും. സോ ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇതിൽ കാണുമ്പോൾ ഞാൻ പ്രസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അത് പ്രസ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. പതുക്കെ ആക്കുന്നുള്ളൂ. അങ്ങനെ ആക്കാൻ പാടുള്ളൂ. ഒരുപാട് പ്രസ് ചെയ്തിട്ട് ആക്കരുത്. നമ്മൾ സ്കാൽപ്പിൽ മുറിവൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. സോ ഒരുപാട് അമർത്തി ഒന്നും ചെയ്യരുത് കേട്ടോ. ഇതെനിക്ക് കൈ കഴയ്ക്കുക, അത് കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് ഇങ്ങനെ നമ്മൾ കുറേ സമയം ആക്കുമ്പോഴത്തേനും നമുക്ക് വേദന എടുക്കാൻ തുടങ്ങും. ആ ഒരു
സാധനമാണ് നിങ്ങൾ എൻ്റെ ഫേസിലും അത് കാണുന്നത്. ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. ഇതുപോലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നമുക്കിതിൽ ഇത് നിറച്ചിട്ട് നമുക്ക് ചീവി കൊടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തും. വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തും. ബാക്ക് സൈഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് കവറായി പോകും. സാധാ മുടി ചീവുന്ന പോലെ ആക്കി കൊടുത്താൽ മതി. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് വാട്ടർ എത്തുകയും ചെയ്യും. ഇത് നമുക്ക് 20 മിനിറ്റ്സ് തൊട്ടിട്ട് 1 hour വരെയൊക്കെ നമുക്ക് തലയിൽ വെക്കാം കേട്ടോ. നീരിറക്കമൊക്കെ ഉള്ളവർ 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് വിടുക. ഇല്ല കുഴപ്പമില്ല, നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 hour വരെയൊക്കെ വെച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ചിലവർക്ക് ഒട്ടും പറ്റില്ല, 20 മിനിറ്റ്സും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോണർ പോലെ യൂസ് ചെയ്യാം. നീം വാട്ടറിന് നമുക്ക് ടോണർ പോലെ യൂസ് ചെയ്യാം. അതായത് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, അലോവേരയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ തലയിലോട്ട്. ഈ ഡ്രൈനെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഓയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതാക്കുക. അല്ലെങ്കിൽ ഡ്രൈനെസ് കൂടിയാലും എന്താവും, ഹെയർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഫുള്ള് എൻ്റെ തലയിൽ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാനൊരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫുൾ വാഷ് ഔട്ട് ചെയ്തു കേട്ടോ. ഞാൻ സംസാരിക്കുവാണ് അവിടെ, മോനൊക്കെ പുറത്തുള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ നമുക്ക് 2 ദിവസം ചെയ്യാം. ഒരുപാട് ചെയ്യരുത്, എല്ലാ ദിവസവും ചെയ്ത് ഡ്രൈനെസ് കൂടും. സോ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ചെയ്യാം. ഒരുപാട് ഡ്രൈനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ചെയ്താൽ മതി കേട്ടോ. വീക്ക്ലി വൺസ് ചെയ്താൽ മതി. ഹോട്ട് ഓയിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം ഇത് ചെയ്യാം. നീം വാട്ടർ യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം 3-ാമത്തെ പ്രാവശ്യമായിട്ട് ഹോട്ട് ഓയിലും ചെയ്തിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ റിസൾട്ട് ഉണ്ടാവും. മടിയില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എല്ലാം ഒന്ന് അറിയിക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ടിപ്സും വീഡിയോസും ഡാൻസും വ്ളോഗ്സും എല്ലാമായിട്ട് കാണാം. ബൈ.